കൊപ്പത്തിന് പൊൻതിളക്കമേകി 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ്, പട്ടാമ്പി റോഡ്, കൊപ്പം. പെരിന്തൽമണ്ണ നഗരസഭ UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 37 വാർഡുകളിലെ UDF സ്ഥാനാർത്ഥികൾ പെരിന്തൽമണ്ണ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രകടനമായി വന്ന നഗരസഭാ സെക്രട്ടറിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം, KPCC സെക്രട്ടറി V ബാബുരാജ്, MM സക്കീർ ഹുസൈൻ, പച്ചേരി ഫാറൂഖ്, കുട്ടീരി മാനുപ്പ തുടങ്ങിയ UDF നേതാക്കളുടെ നേതൃത്വത്തിലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇതുവരെ ഉണ്ടായിരുന്ന LDF ഭരണം യാതൊരു തര വികസനവും തന്നെ പെരിന്തൽമണ്ണയിൽ ഉണ്ടായിട്ടില്ല എന്നും ഇനി പെരിന്തൽമണ്ണയിൽ UDF ഭരണത്തിലേറുകയാണെങ്കിൽ എല്ലാവിധ വികസനവും കൊണ്ടുവരുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഉസ്മാൻ പറഞ്ഞു. പേജിലും സ്ക്രീനിലും മാത്രമാണ് പെരിന്തൽമണ്ണ നഗരസഭയിലെ വികസനം. ഇങ്ങനെ എണ്ണി പറഞ്ഞാൽ 13.5 ഏക്കർ സ്ഥലം. കേരളത്തിലെ ഒരു നഗരസഭക്കും മാലിന്യ സംസ്കരണത്തിന് 13.5 ഏക്കർ സ്ഥലമില്ല. ആ 13.5 ഏക്കർ സ്ഥലത്തിൽ എന്താണ് 30 കൊല്ലമായിട്ട് നോവലായ ഒരു പദ്ധതി മാലിന്യം സംസ്കരിക്കാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ജനസാന്ദ്രത കൂടിയ സംസ്ഥാനമാണ് കേരളം. പ്രത്യേകിച്ച് പെരിന്തൽമണ്ണ പോലെ ഒരു സെമി അർബൻ സിറ്റിയായ പെരിന്തൽമണ്ണയിലെ മാലിന്യത്തിൻ്റെ എണ്ണം കൂടി വരികയാണ്. ഇവിടെ റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ ഏരിയ ആയിട്ട് അനുദിനം വളരുകയാണ്. ഈ മാലിന്യങ്ങൾ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുക എന്നത് മാത്രമാണ് അവരുടെ പണി. അതിൽ JCB കൊണ്ട് ഒരു ലെയർ കഴിഞ്ഞാൽ മണ്ണിടുക, പിന്നെ അടുത്ത ലെയർ ഇടുക എന്നല്ലാതെ ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള ഒരു പദ്ധതി ഇന്നേ വരെ അവിടെ ഉണ്ടാക്കിയിട്ടില്ല. കാക്കയും കഴുകനും നായ്ക്കളും ഒക്കെ ആയിട്ടാണ് അവിടുത്തെ മാലിന്യങ്ങൾ കടിച്ചു വലിച്ച് പരിസരവാസികളുടെ കിണറ്റിലും അവിടെയൊക്കെ കൊണ്ടുപോയിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇടക്കാലത്ത് കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്ത് അവിടെ ഒരു തീപിടുത്തം ഉണ്ടായി. തീപിടുത്തം ഭരണാധികാരികളുടെ ഒത്താശയോടുകൂടി നടന്നതാണെന്ന് അന്നത്തെ പ്രതിപക്ഷം ആരോപിച്ചിട്ട് ഇന്നേ വരെ അത് സംബന്ധിച്ച് അന്വേഷണ റിപ്പോർട്ട് ഇവർ പുറത്തു വിട്ടിട്ടില്ല. ഒരു ആധുനിക അറവുശാല പെരിന്തൽമണ്ണയിലില്ല. പെരിന്തൽമണ്ണയിൽ ABC കേന്ദ്രമില്ല. അനിമൽ ബർത്ത് കൺട്രോൾ എന്ന രീതിയിൽ തെരുവ് നായ്ക്കളുടെ ശല്യം കുറക്കാൻ, വംശവർദ്ധനവ് തടയാൻ പ്രത്യേകമായിട്ട് സംവിധാനിക്കേണ്ട ABC ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ പല പഞ്ചായത്തുകളിലും അത് സ്ഥാപിച്ചിട്ട് മുനിസിപ്പാലിറ്റി ചെറുവരെ നൽകിയിട്ടില്ല. ഇങ്ങനെ നേരം പുലരുവോളം പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയുടെ വികസന വൈരുദ്ധ്യത്തെക്കുറിച്ച് പറഞ്ഞാൽ അവസാനിക്കില്ല. ഇതാണ് പെരിന്തൽമണ്ണയിലെ സ്ഥിതി. അതുകൊണ്ടാണ് ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നത്.